ഹലോ, ഇന്നൊരു ഫോട്ടോ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രെയിം ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടുന്നത് 2 കാർഡ്ബോർഡ് പീസാണ്. ഇതിന്റെ മെഷർമെന്റ് 8x10 സെന്റിമീറ്റർ ആണ്. അതിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് നമ്മൾ നടുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. 1 സെന്റിമീറ്റർ വിട്ടാണ് ബോക്സ് വരച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ വരച്ച ബോക്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബ്ലേഡ് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യലും. വീട്ടിൽ മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ വെട്ടിത്തരും. ഇനി ഇത് നമുക്കൊരു വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കവർ ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഈസി മെത്തേഡാണിത്. ഇത് പറയുന്നതിനെക്കാട്ടി വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് വീഡിയോ നോക്കി ചെയ്താൽ മതി. ഇതുപോലെ 4 സൈഡും ചെയ്യണം. നമുക്ക് ആ രണ്ടാമത്തെ കാർഡ്ബോർഡും വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം. ഇനിയും വേണ്ടത് ഇതുപോലത്തെ 3 ചെറിയ കാർഡ്ബോർഡ് പീസാണ്. അത് ഇതുപോലെ നമ്മൾ 3 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോ കയറ്റാനൊരു ഗ്യാപ്പ് വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റേ കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഫ്രെയിമിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 16x5 സെന്റിമീറ്റർ ആണ്. ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റാൻഡും വൈറ്റ് പേപ്പറിൽ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്കിൽ ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കവർ ചെയ്യാതിരുന്നതാണ്. നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അതിനകത്ത് വെക്കാം. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വരച്ചൊരു ഡ്രോയിങ് അതിനകത്ത് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡെസ്ക് ഡെക്കറായിട്ടും വെക്കാം, അതല്ലെങ്കിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.